നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. BJP ഇപ്പോഴും തൃണമൂലിലെ 2 MP ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് കല്യാൺ ബാനർജി, മറ്റൊന്ന് മഹുവ മൊയ്ത്ര. സൈനി ഘോഷ് അടക്കമുള്ളവർ BJP നേതൃത്വവുമായി ഇപ്പോൾ രമ്യതയിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നാണ് വാർത്തകൾ. ഏതായാലും മഹുവ മൊയ്ത്ര BJPയിലേക്ക് പോകാൻ യാതൊരു രീതിയിലും താല്പര്യപ്പെടുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് വിമത നീക്കം BJPക്ക് അനുകൂലമാണ് എന്ന സാഹചര്യം വരുമ്പോഴും മഹുവ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, തന്നെ ജയിപ്പിച്ചവർ വർഗീയതയ്ക്ക് എതിരെ പോരാടിയവരാണ്, താൻ ഒരിക്കലും അവരെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളത്. എന്നാൽ മഹുവ മൊയ്ത്രയെ മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിലെ ചില നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ജീവന് വരെ ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹുവ മൊയ്ത്ര വീണ്ടും ജയിച്ചതിന് ശേഷമാണ് BJPക്കാർക്ക് മഹുവയോടുള്ള ദേഷ്യം കൂടിക്കൂടി വരുന്നത് എന്നുള്ളതാണ് അവർ തന്നെ സ്വയം ഇൻ്റർവ്യൂകളിലും മറ്റും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിൽ സുവേന്ദു അധികാരിയാണ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രി. സുവേന്ദു അധികാരി നല്ലൊരു സഹോദരനെ പോലെയാണ്, അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മഹുവ പറഞ്ഞപ്പോൾ ഉടനെ മഹുവ BJPയിലേക്ക് എന്ന രീതിയിലുള്ള തലക്കെട്ടുമായാണ് പല വാർത്തകളും വന്നത്. എന്നാൽ കാര്യം അതല്ല. സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ടാണ് BJPയിലേക്ക് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. BJPയിലേക്ക് വരാനുണ്ടായ സാഹചര്യം മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തെ പൊളിച്ചെടുക്കുക, അഭിഷേക് ബാനർജിയെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു. നിലവിൽ ഡയമണ്ട് ഹാർബർ എന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയാണല്ലോ അഭിഷേക് ബാനർജി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സുവേന്ദു അധികാരിയുടെ വലം കൈയായ, അതായത് സുവേന്ദു അധികാരിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരു ബോഡി ഗാർഡിനെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിഷേക് ബാനർജിയാണ് ഇപ്പോഴും സംശയിക്കുന്നത്. കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതാണോ എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. ബംഗാളിൽ 15 കൊല്ലം, നീണ്ട 15 കൊല്ലക്കാലം തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ എങ്ങും അക്രമവും അതുപോലെ തന്നെ വലിയ തോതിലുള്ള സ്ഫോടനങ്ങളും പലയിടങ്ങളിലും നടന്നതിനെ പറ്റി വ്യാപകമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. തൃണമൂൽ ഗുണ്ടകൾ അറിയാതെ ഒരു കാര്യവും സംഭവിക്കില്ല എന്നും ഇവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് സുവേന്ദു അധികാരി വ്യക്തമാക്കിയത്. എന്നാൽ മഹുവ മൊയ്ത്ര അവരെ എന്തുകൊണ്ടാണ് ഇത്രയധികം ടാർഗറ്റ് ചെയ്യുന്നത്? മഹുവ മൊയ്ത്ര തൻ്റെ വാക്കുകളിൽ വെള്ളം ചേർക്കാറില്ല. BJPയെ സൂചിപ്പിക്കുന്നതൊന്നും തന്നെ പറയാറുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ സ്വത്തിനോ ഒന്നും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയെ അല്ല. അവർ ശക്തമായി തന്നെ പോരാടുന്നു. അവർക്ക് BJPയുടെ പ്രീതിയോ അല്ലെങ്കിൽ BJP നേതൃത്വവുമായി രമ്യതയിലേക്ക് പോകണമെന്നോ യാതൊരു ആഗ്രഹവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതാണ് അവരുടെ ഐഡൻറ്റിറ്റി, അതാണ് അവരുടെ പേഴ്സണാലിറ്റി.